വിനയചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് അവൾ ഓഫീസിലേക്ക് ചെന്ന ഉടനെ അയാളെ കാണാനാണ് പോയത്. സർ, അവൾ വാതിൽ തുറന്നു വിളിച്ചു. ആമിയ, അകത്തേക്ക് കയറി വാ. അയാൾ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി. അയാൾ അവളുടെ ഓഫർ ലെറ്റർ എടുത്ത് കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അവളത് വായിച്ചു നോക്കിയതും അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഗുഡ് ലക്ക്. അയാൾ പറഞ്ഞതും അവൾ താങ്ക്സ് പറഞ്ഞു. അവൻ്റെ സ്വഭാവമൊക്കെ ഏകദേശം കുട്ടിക്ക് മനസ്സിലായി കാണുമല്ലോ. ആളൊരു പാവമാണ്. ഞാനന്ന് എല്ലാം ആമിയോട് പറഞ്ഞതാണല്ലോ. അയാൾ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ്റെ ക്യാബിന് തൊട്ടടുത്താണ് തൻ്റെ ക്യാബിൻ. പിന്നെ നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ആമയുടെ ഫസ്റ്റ് പ്രോജക്റ്റാണത്. തനിക്കൊരു എക്സ്പീരിയൻസും കൂടി ആയിരിക്കും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടോ അവനോടോ ചോദിച്ചാൽ മതി. തൻ്റെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. സോ അത് മാക്സിമം ചെയ്യാൻ നോക്കണം. നമുക്ക് തന്നെ ആ പ്രോജക്റ്റ് കിട്ടണം എന്ന് പറഞ്ഞ് താൻ ടെൻഷനൊന്നും ആവണ്ട. ആ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇവിടെ ഉണ്ട്. താൻ അവരോടൊപ്പം ഒന്ന് കൂടിയാൽ മതി. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്യാം. അയാൾ പറഞ്ഞതും അവൾ തലയാട്ടി. ഓക്കെ, പോയി തൻ്റെ ക്യാബിനിലിരുന്നോ. അത് പറഞ്ഞതിന് ശേഷം അയാൾ ടേബിൾ റിംഗ് അടിച്ചു. അപ്പോഴേക്കും പുറത്തു നിന്ന് മറ്റൊരാൾ അകത്തേക്ക് കയറി വന്നു. സുനിൽ, ആമിയയ്ക്ക് ക്യാബിൻ കാണിച്ചു കൊടുക്ക്. അയാൾ പറഞ്ഞതും സുനിൽ തലയാട്ടി. സുനിലിനോടൊപ്പം പൊയ്ക്കോളൂ. അയാൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് സുനിലിൻ്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. വരൂ മാഡം. അയാൾ പറഞ്ഞുകൊണ്ട് അവളെ അയാൻ്റെ തൊട്ടടുത്തുള്ള ക്യാബിനിലേക്ക് കൊണ്ടുപോയി. അവിടെ അവളുടെ പേര് വെച്ച ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അവൾ അതിലേക്ക് കുറച്ചു നിമിഷം നോക്കി. സ്വയം ഒരു അഭിമാനം തോന്നുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ നല്ലൊരു ജോലി കിട്ടാൻ. ഒരുപക്ഷെ അത് തന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഇച്ചായനായിരുന്നു. ജോലിയില്ല എന്ന് ഓരോ ദിവസം വിഷമം പറയുമ്പോഴും ഇച്ചായൻ തന്നെ ഒരുപാട് സമാധാനിപ്പിക്കാറുണ്ട്. ജോലി കിട്ടുമ്പോൾ നല്ലൊരു സ്ഥാനത്തായിരിക്കും നീ എത്താൻ പോകുന്നതെന്ന് എപ്പോഴും പറയും. എന്നിട്ട് തനിക്ക് ജോലി കിട്ടിയപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ഇച്ചായനുണ്ടായില്ലല്ലോ എന്ന് ഓർത്തതും അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സുനിൽ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ തൻ്റെ കസേരയിലേക്ക് പോയിരുന്നു. അവിടെ ടേബിളിന് മുകളിലായി 2-3 ഫയലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അതൊക്കെ ഒന്ന് മറിച്ചു നോക്കി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തൊട്ടടുത്ത് കാണുന്ന അവൻ്റെ ക്യാബിനിലേക്ക് നോക്കി. ഒരു കണ്ണാടിയുടെ മറവ് മാത്രമേ അവരുടെ 2 പേരുടെയും ക്യാബിനിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ കണ്ണാടിയിൽ കൂടി അവൾക്ക് നോക്കിയാൽ അവനെയും അവനെ നോക്കിയാൽ അവളെയും കാണാൻ സാധിക്കും. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ വാതിലിൽ കൂടി മാത്രമേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. അവൾ അവൻ വന്നിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അവിടേക്ക് നോക്കിയത്. എന്നാൽ അവിടെ ആരെയും കാണാഞ്ഞതും അവൻ വന്നിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് ശരിക്കും താൻ എന്ത് ജോലിയാണ് അവിടെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അവൾ ആ മുറിയിൽ വെറുതെ ഫയലും മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും പെട്ടെന്ന് ആരോ തൻ്റെ മുറിയുടെ വാതിലിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത് പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് തലയുയർത്തി നോക്കി. അപ്പോൾ അവൾ കാണുന്നത് അയാനെയാണ്. അപ്പോഴേക്കും അവൻ അവൻ്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറി. അവൾ കണ്ണാടിയിൽ കൂടി അവനെ നോക്കിയ അതേ നിമിഷം അവനും അവളെ നോക്കി. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ശേഷം അവൻ്റെ ടേബിൾ റിംഗ് അടിച്ചു. തന്നെ വിളിക്കാനുള്ളതാണെന്ന് മനസ്സിലാവാതെ അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ എത്ര റിംഗ് അമർത്തിയിട്ടും അവൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ ക്യാബിനിലേക്ക് നടന്നു. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? നിന്നെ ഇവിടെ ജോലിക്കെടുത്തത് എന്തിനാ? അവൻ ദേഷ്യത്തോടെ അവളുടെ വാതിലിൽ തുറന്നു ചെന്ന് പാടെ ചോദിച്ചു. അത് കേട്ടതും അവൾ ഞെട്ടി കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്താ സർ? അവൾ പേടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുന്തം. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. അവളെപ്പോഴും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. സർ, എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൾ അവനെ നോക്കി പരിങ്ങി ചോദിച്ചു. എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സർ, വിളിച്ചത് സുനിലേട്ടനെയല്ലേ? അവൾ പേടിയോടെ അവനോട് ചോദിച്ചു. സുനിലിനെയാണോ എൻ്റെ അച്ഛൻ സെക്രട്ടറിയായിട്ട് നിയമിച്ചത്? പിന്നെ നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. സർ, ഞാൻ കരുതി സാർ വിളിച്ചത് സുനിൽ ചേട്ടനെയാണെന്ന്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അവൾ അവനോട് സംസാരിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് അവൻ്റെ കാപ്പി കണ്ണുകളിലായിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കി മാത്രമാണ് അവൾ മറുപടി പറഞ്ഞത്. ഇന്നത്തെ എൻ്റെ ഷെഡ്യൂൾ എന്തൊക്കെയാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കൈകൾ മാറിൽ കെട്ടി ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? ഇന്നത്തെ എൻ്റെ ഷെഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. എനിക്കത് പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ അവനെ നോക്കി പേടിയോടെ മറുപടി പറഞ്ഞു. പിന്നെ നിനക്ക് എന്ത് കോപ്പാ അറിയാവുന്നത്? ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കാനോ? അത് വല്ലവൻ്റെയും കൂടെ ഊരു ചുറ്റാനോ? അവൻ ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എല്ലാം കൂടി കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു.
മനഃപൂർവ്വം അവൻ തന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്നും താൻ ഇവിടെ പുതിയതായതുകൊണ്ട് തനിക്കതിനെപ്പറ്റി അറിയില്ല എന്നും അവൾക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. അവൾ അവനെ നോക്കാതെ തല കുനിച്ചു നിന്നു. ലുക്ക് ഇൻ ടു മൈ ഫേസ്, അവൻ ഒച്ചയെടുത്തുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ പേടിയോടെ അവനെ നോക്കി. അപ്പോഴേക്കും അവൻ്റെ ബേളം കേട്ട് ഫ്ലോറിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും ആ മുറിയുടെ വാതിൽക്കൽ വന്നിരുന്നു. എല്ലാവരുടെയും മുൻപിൽ അവൻ്റെ വഴക്കം കേട്ട് നാണക്കേടുകൂടി അവൾ നിന്നു. എന്തു പറഞ്ഞാലും മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിനെപ്പോലെ ഓരോന്നിനെ എൻ്റെ സെക്രട്ടേറിയറ്റ് എടുത്ത് അച്ഛനെ വേണം ആദ്യം പറയാൻ. അല്ല, അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുപോലെ പാവത്തിനെ പോലെ നിന്നിട്ടാണ് ഓരോ പെണ്ണുങ്ങളും ആമ്പിള്ളേരെ ചതിക്കുന്നത്. നിനക്കൊക്കെ അഭിനയിക്കാൻ ഒരു പ്രത്യേക കഴിവാണല്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. അതിനും ഒരു മറുപടി പോലും തിരികെ പറയാതെ അവൾ തലകുനിച്ചു. സെക്രട്ടറി എന്ന പൊസിഷൻ്റെ ഒരു വർക്ക് പോലും നിനക്കറിയില്ല. ആദ്യം പോയി നീ അതൊക്കെ പഠിച്ചിട്ട് വാ. അവൻ വീണ്ടും വീണ്ടും അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ കുത്തുവാക്കുകളും കേട്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്താ ഇവിടെ? പെട്ടെന്ന് വിനയചന്ദ്രൻ്റെ ശബ്ദം കേട്ടതും അവിടെ കൂടി നിന്നിരുന്ന സ്റ്റാഫുകളെല്ലാം ഇരു സൈഡിലേക്കും വകഞ്ഞു മാറി. അയാൾ അകത്തേക്ക് കയറി ചെന്നതും അവിടെ അയാൻ ദേഷ്യത്തോടെ നിൽക്കുന്നതും അവൻ്റെ മുൻപിലായി തലകുനിച്ച് നിൽക്കുന്ന ആമിയുമാണ് കണ്ടത്. എന്താ അയാൻ, എന്താ ഇവിടെ പ്രശ്നം? അയാൾ സംശയത്തോട് ചോദിച്ചു. അച്ഛൻ കണ്ടെത്തിയ എൻ്റെ സെക്രട്ടറിക്ക് നേരെ ചൊവ്വ ഒരു ജോലി പോലും അറിയില്ലെന്ന് അച്ഛൻ അറിയില്ലായിരുന്നോ? പരിഹാസത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ നീ പറയുന്നത്? ഈ കുട്ടിക്ക് എന്ത് ജോലി അറിയില്ലെന്നാ? അത് കേട്ടതും വിനയചന്ദ്രൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഇന്നത്തെ എൻ്റെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യേണ്ടത് എൻ്റെ സെക്രട്ടറി ആണല്ലോ. ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ സെക്രട്ടറി പറയുക ആ കാര്യം അവൾക്ക് അറിയില്ലായിരുന്നുവെന്ന്. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അച്ഛനതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെയാണോ ജോലിക്കെടുത്തത്? അയാൻ ചിരിച്ചുകൊണ്ട് അവളെ പരിഹസിക്കുന്ന രീതിയിൽ അയാളോട് ചോദിച്ചു. അയാൻ, ആ കുട്ടിക്ക് ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ഇല്ല. അതറിഞ്ഞു തന്നെ ആ കുട്ടിയെ ഇവിടെ നിന്റെ സെക്രട്ടറി ആയിട്ട് ജോലിക്കെടുത്തത്. ആദ്യമായിട്ടല്ലേ? പറഞ്ഞു കൊടുത്ത ആ കുട്ടിക്ക് മനസ്സിലാകും. എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രമേ അതിനുള്ള കഴിവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ആ കുട്ടി ആദ്യമായിട്ടിന്ന് ജോലിക്ക് വന്നതല്ലേ. അതിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും നിന്റെ ഷെഡ്യൂൾ പ്ലാൻ തയ്യാറാക്കണമെന്ന്. അതിന് ആ കുട്ടിയെ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. എനിക്ക് മനസ്സിലായ കാര്യം, ഈ കുട്ടി പ്ലാൻ തയ്യാറാക്കാത്തതല്ല നിന്റെ പ്രശ്നം. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിനക്ക് ഇവളെ ഒന്ന് പരിഹസിക്കണമായിരുന്നു, കളിയാക്കണമായിരുന്നു. എങ്കിലല്ലേ നിന്റെ ഉള്ളിലുള്ള അഗ്നി അടങ്ങുകയുള്ളൂ, നിന്റെ വാശി തീരുകയുള്ളൂ. വിനയചന്ദ്രൻ തിരികെ അവനോട് മറുപടി പറഞ്ഞതും അവന് തിരികെ അതിന് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആമിയ, കം ടു മൈ ക്യാബിൻ. എന്തൊക്കെയാണ് കുട്ടിയുടെ ജോലിയെന്ന് ഞാൻ പറഞ്ഞു തരാം. അയാൾ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അയാളെ നോക്കി തലയാട്ടി. അയാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. അവളെ നോക്കി പറഞ്ഞതിന് ശേഷം അയാൾ പുറത്ത് നിൽക്കുന്ന സ്റ്റാഫിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും എല്ലാവരും അവരവരുടെ വഴിക്ക് തന്നെ പിരിഞ്ഞുപോയി. വിനയചന്ദ്രൻ ഒന്നുകൂടി ആമിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. അയാൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും വ്യക്തമായിരുന്നു. കുട്ടി കരയണ്ട, വന്നോളൂ. അയാൾ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അയാളുടെ ഒപ്പം പോകാൻ വേണ്ടി സീറ്റിൽ നിന്നും ഇറങ്ങി. അവനെ കടന്നു വേണം അവൾക്ക് വാതിലിൻ്റെ അടുത്തേക്ക് പോകാൻ. അപ്പോഴേക്കും വിനയചന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങി തൻ്റെ ക്യാബിനിലേക്ക് പോയിരുന്നു. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ വലത് കൈയിൽ അവൻ്റെ പിടി വീണു. അവൾ ഒരു നിമിഷം ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ എന്നോട് സംസാരിച്ച വീറും വാശിയൊക്കെ ഇന്നെവിടെ പോയി? ഇത്രയേ ഉള്ളൂ നീയൊക്കെ, ഒരു ലേഡി സെക്രട്ടറി. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതുപോലെ ഓരോ ദിവസവും നീ ഇവിടെ കിടന്ന് കരയും. ഒരു ദിവസം പോലും നീ സന്തോഷത്തോടെ ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾക്ക് എന്തൊക്കെയോ അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാനും തോന്നിയില്ല. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന പിടിവിട്ടു. അവൾ അവിടെ നിന്നും ഇറങ്ങി വിനയചന്ദ്രൻ്റെ അടുത്തേക്ക് നടന്നു. കുട്ടിയിരിക്കെ. അവളെ കണ്ടതും അയാൾ മുൻപിലത്തെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് അവിടേക്കിരുന്നു. അവൻ കുട്ടിയോട് കാണിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അയാൾ നിസ്സഹായതയോടെ അവളോട് പറഞ്ഞു. സാറിൻ്റെ മകൻ ഒരു ലേഡി സെക്രട്ടറി അല്ലായിരുന്നു ആവശ്യമെങ്കിൽ അങ്ങനെ നോക്കണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ ദേഷ്യം മുഴുവൻ കാണിക്കുന്ന എന്നോടാണ്. ഞാൻ ആ സാറിനോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാൽ സാറ് നിർബന്ധിച്ചിട്ടാണ് അയൻ സാർ എന്നോട് സോറി പറഞ്ഞത്. അപ്പോഴും എന്നോട് സോറി ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അയൻ സാറിൻ്റെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ ഞാനെന്തോ അയൻ സാറിനോട് ചെയ്തതുപോലെ എന്നോട് ബിഹേവ് ചെയ്യുന്നത്. അവൾ വിഷമത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കെല്ലാം അറിയാം ആമിയ. അതുകൊണ്ടാണല്ലോ അവന് വേണ്ടി ഞാൻ തന്നോട് മാപ്പ് ചോദിച്ചത്. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ഇതൊക്കെ താനൊരു ചലഞ്ചായിട്ട് എടുത്താൽ മതി. എന്തൊക്കെയാണ് ചെയ്യേണ്ട ജോലികളെന്ന് ഞാൻ ലിസ്റ്റ് തരാം, അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഷെഡ്യൂൾ തയ്യാറാക്കുന്ന സമയത്ത് അവനോട് ചോദിക്കണം. സമയമൊക്കെ അവനോട് ചോദിച്ചിട്ട് വേണം ക്ലയൻസിനോട് പറയേണ്ടത്. അയാൾ ഓരോന്നും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതും അവൾ ശ്രദ്ധാപൂർവം അതൊക്കെ കേട്ടു.
തിരികെ വിനയചന്ദ്രന്റെ അടുത്തു നിന്നും അവളുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ അവൾ അയാനെ നോക്കിയില്ല. എന്നാൽ അവൾ തൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നും ഇറങ്ങുന്നതും തിരികെ അവളുടെ സീറ്റിൽ വന്നിരിക്കുന്നതും ഒക്കെ അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് തൻ്റെ ക്യാബിനിലേക്ക് വന്ന് അവൾ ഓരോന്നും തയ്യാറാക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ സമയമായിട്ട് പോലും തൻ്റെ ജോലി തീർക്കാതെ അവൾ ആ കസേരയിൽ നിന്നും എഴുന്നേറ്റില്ല. ചേച്ചി, ഹാമി ചേച്ചി. പെട്ടെന്ന് എവിടെ നിന്നോ പരിചിതമായൊരു ശബ്ദം കേട്ടതും അവൾ ചുറ്റിനും നോക്കി. അവളുടെ ക്യാബിന് മുൻപിൽ വന്നു നിന്ന് അവളെ വിളിക്കുകയാണ് സാൻഡ്ര. അത് കണ്ടതും അവൾ സാൻഡ്രയോട് അകത്തേക്ക് കയറി വരാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചെങ്കിലും അവൾ വരുന്നില്ല എന്ന് തലയാട്ടി. അത് കണ്ടതും ആമി വർക്ക് അവിടെ വച്ചതിന് ശേഷം പുറത്തേക്ക് ചെന്നു. ഞാൻ വിളിച്ചിട്ട് അകത്തേക്ക് കയറി വരാഞ്ഞത്? പുറത്തേക്ക് വന്ന ആമി സംശയത്തോടെ അവളോട് ചോദിച്ചു. അയ്യോ, അങ്ങനെയൊക്കെ കയറി വരാൻ പറ്റുമോ ചേച്ചി? ചേച്ചി സാറിൻ്റെ സെക്രട്ടറി അല്ലേ? ഞാൻ വെറും ഒരു ട്രെയിനിങ് സ്റ്റാഫ് അല്ലേ? എന്തേലും കാര്യമില്ലാതെ അങ്ങോട്ട് കയറി വരുന്നതെങ്ങാണം അയാൻ സാർ കണ്ടാൽ പിന്നെ അത് മതി, അവൾ പേടിയോടെ പറഞ്ഞു. അവൾ പറഞ്ഞപ്പോഴാണ് ആമി അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവൾ തല ചെറുതായി ചരിച്ചു വെച്ച് അവൻ്റെ ക്യാബിനിലേക്ക് നോക്കി. അവൻ എന്തോ ശ്രദ്ധാപൂർവം ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാൻഡ്രയും ആമിയും അവളുടെ ക്യാബിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് അവരെ രണ്ടുപേരെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് ചേച്ചി ജോലിയൊക്കെ? സാൻഡ്ര സംശയത്തോട് ചോദിച്ചു. എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ, 1-2 വട്ടം ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അവൾ മറുപടി പറഞ്ഞു. അതൊക്കെ ചേച്ചിയെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. പിന്നെ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ്, അവൾ പറഞ്ഞതും ആമി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി ഫുഡ് കഴിച്ചായിരുന്നോ? അവൾ സംശയത്തോടെ ആമിയോട് ചോദിച്ചു. ഇല്ല, കുറച്ച് വർക്കുണ്ടായിരുന്നു, അത് ചെയ്തിട്ട് കഴിക്കാമെന്ന് കരുതി, ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു. ചേച്ചി, ഇവിടെ അങ്ങനെയൊന്നും സമ്മതിക്കില്ല. ഇവിടെ ലഞ്ച് ടൈം 1 മണി മുതൽ 1:30 വരെയാണ്. അപ്പോൾ ചേച്ചി ലഞ്ച് കഴിച്ചില്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചിയോട് ഫുഡ് കഴിക്കാൻ പറയാൻ വന്നതാണ് ഞാൻ, അവൾ പറഞ്ഞതും ആമി സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. റൂമിൽ വെച്ച് ഞാൻ ചേച്ചിയോടത് പറയാൻ മറന്നുപോയി. നേരത്തെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജോലി ചെയ്തിട്ടായിരുന്നു പലരും പോയി ഫുഡ് കഴിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയായപ്പോൾ എല്ലാവരും സമയം പാഴാക്കാൻ തുടങ്ങി. അതുകൊണ്ട് അയാൻ സാറാണ് ഇങ്ങനെയൊരു നിയമം വെച്ചത്. 1 മണിക്കോ 1:30ക്കോ ഇടയിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കേണ്ട എന്ന്. അതായത് ആ ടൈമിനുള്ളിൽ ഫുഡ് കഴിക്കണം. പിന്നെ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞ് സമയം വേസ്റ്റാക്കാൻ അയാൻ സാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ചേച്ചി ഫുഡ് കഴിക്കാൻ നോക്ക്. എനിക്കറിയായിരുന്നു ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ചേച്ചി വെപ്രാളം പിടിച്ച് ഫുഡ് കഴിക്കാതെ ജോലി ചെയ്യുകയായിരിക്കുമെന്ന്, അവൾ പറഞ്ഞതും ആമി തൻ്റെ വാച്ചിലേക്ക് നോക്കി. അപ്പോഴേക്ക് സമയം 1:30 ആയിരുന്നു. 1:30 ആയി. ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു. അത് സാരമില്ല, ചേച്ചി എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കാൻ നോക്ക്. അഥവാ അയാൻ സാർ എന്തെങ്കിലും ചോദിച്ചാൽ ആദ്യമായിട്ടായതുകൊണ്ട് ചേച്ചിക്ക് ആ റൂളിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു എന്ന് സാറിനോട് പറഞ്ഞാൽ മതി. ഞാൻ പോട്ടെ, മുകളിൽ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, സാൻഡ്ര അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ പെട്ടെന്ന് ലാപ്പ് മടക്കി വെച്ചതിന് ശേഷം തൻ്റെ ബാഗിൽ നിന്നും ലഞ്ച് ബോക്സും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ ക്യാബിന് മുൻപിൽ ഒരു കൈ വാതിലിൽ വെച്ച് അവളെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ലഞ്ച് ടൈം ഈസ് ഓവർ നൗ, അവൻ സ്വയം തൻ്റെ വാച്ചിലേക്ക് നോക്കിയതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ ഫുഡ് കഴിച്ചില്ല, എനിക്കറിയില്ലായിരുന്നു റൂള്. അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കമ്പനിയിൽ എന്തൊക്കെ റൂളുണ്ടെന്നാണ്. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. സർ, ഇത് ആഹാരമാണ്, ഇത് നിഷേധിക്കുന്നത് തെറ്റല്ലേ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഓ, നീ എന്നെ ഓരോ തവണയും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അവൻ്റെ മുഖത്ത് അവളോട് പുച്ഛം മാത്രമായിരുന്നു. ഞാൻ സാറിനെ ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, എനിക്കിവിടുത്തെ റൂൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. 1:30ക്കുള്ളിൽ ഫുഡ് കഴിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റത്. ഇതെൻ്റെ ആദ്യത്തെ ദിവസമാണ്. ചിലപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളും വീഴ്ചകളും വന്നിരിക്കും, അതൊക്കെ തിരുത്താനും ഞാൻ തയ്യാറാണ്, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. റൂൾ ഈസ് റൂൾ, അതൊരാൾക്ക് വേണ്ടി മാത്രം മാറ്റാൻ കഴിയുന്നതല്ല. സോ ടൈം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ആഹാരം വൈകിട്ട് കഴിച്ചാൽ മതി, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് തിരികെ മറുപടി ഒന്നുമില്ലായിരുന്നു പറയാൻ. പിന്നെ അവനോട് ഒന്നും പറയാതെ അവൾ തൻ്റെ സീറ്റിലേക്ക് നടന്നു. ലഞ്ച് ബോക്സ് ബാഗിലേക്ക് വെച്ചതിന് ശേഷം അവൾ വീണ്ടും അവളുടെ ജോലികൾ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. അവളെ ഒന്ന് തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ അവനും അവൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു.